ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന വിവരം എന്തെന്ന് പറഞ്ഞാൽ നാജിലയ്ക്കെതിരെ ഉണ്ടെങ്കിൽ കുട്ടി പരാതി കൊടുത്തെന്നുള്ളൊരു വിവരമാണ്. അതുകൊണ്ടെങ്കിൽ ഷഫീന തന്നെയാണ് പറഞ്ഞത്. ഇത് കണക്കുണ്ടെങ്കിൽ ഷഫീനയാണ് കുട്ടിയെ കൊണ്ട് ഇത് കണക്ക് ചൈൽഡ് കമ്മീഷനിൽ പോവുകയും നാജിലയ്ക്കെതിരെ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ നോക്കിയാലും കാണുന്നതാണ് ഇത് കണക്ക് നാജില വന്നിട്ട് വീഡിയോയിൽ കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങളിവിടെ ആയിരുന്നു, പെട്ടെന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാം ഇട്ടിട്ട് പോയി, അത് അമ്മൂമ്മ കാരണമാണ്, അമ്മൂമ്മ ഉണ്ടെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ഇപ്പം ഞങ്ങളെ ഒന്നും കാണേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പലവട്ടം ഉണ്ടെങ്കിൽ അവളെ വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും സമ്മതിക്കുന്നില്ല. ഒരു വട്ടം ഉണ്ടെങ്കിൽ ഷാൻ്റെ ഫോണിൽ കൂടെ ഒക്കെ മെസ്സേജ് അയക്കുകയും വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ സമയത്തുണ്ടെങ്കിൽ തിരിച്ചുണ്ടെങ്കിൽ ചീത്തയൊക്കെ ആയിരുന്നു വിളിച്ചതെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എപ്പോൾ നോക്കിയാലും കുട്ടിയെക്കുറിച്ചുള്ള കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ചൈൽഡ് കമ്മീഷനിൽ പരാതി കൊടുക്കുകയും അവരുണ്ടെങ്കിൽ നാജിലയെ വിളിച്ചിട്ട് പിന്നെ ഉണ്ടെങ്കിൽ ഇത് കണക്കുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നാജില ഉണ്ടെങ്കിൽ കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഷഫീന പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് കുട്ടി നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഞാൻ വെളിയിൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഇനിയെങ്കിലും നീ ഉണ്ടെങ്കിൽ കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും വെളിയിൽ പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്ക് പണി കിട്ടുമെന്നുള്ള രീതിയിലായിരുന്നു ഷഫീന പറഞ്ഞിട്ടുണ്ടായിരുന്നത്.